ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വേറെ ഒന്നുമല്ല, നമ്മുടെ കുറച്ച് ബിഗോണിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം നമ്മുടെ ഷെഡ് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഷെഡ് ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് കവാടം. മെല്ലെ അകത്തേക്ക് പോകാം. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാമല്ലോ കേട്ടോ. എന്നിട്ട് നമ്മുടെ പുതിയ വെറൈറ്റി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഞാനിപ്പോൾ വാങ്ങിച്ച് കുഞ്ഞു ചട്ടിയിൽ വെച്ചിട്ട് അതിപ്പോൾ ഞാൻ മാറ്റി നട്ടതാണ് കേട്ടോ. കുറച്ച് പ്ലാന്റ് അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേണ്ടോ, ഇതൊക്കെ എൻ്റെ പുതിയ അതിഥികളാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ. വെയിലടിച്ചപ്പോഴത്തേക്കും നേരത്തെ അതിൻ്റെ ലീഫ് കരിഞ്ഞിരിക്കുക. വെയിലടിച്ചാൽ കരിഞ്ഞു പോകും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി ആക്രമിച്ചതാണെന്ന് തോന്നുന്നു. ഇലയൊക്കെ കടിച്ചുകൊണ്ട് പോയി. വേണ്ടോ, ഓരോ ലീഫിനും ഓരോ പ്രത്യേകതയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് വൈറ്റ്, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. എൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ എന്ത് പറയാനാണ്, നേരത്തെ അത് പട്ടുപോയി. ഇപ്പോൾ അത് പുതുതായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലികൾ. കണ്ടോ, പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ബിഗോണിയ. അപ്പോൾ ഇതൊക്കെ എൻ്റെ പുതിയ അതിഥികളാണ്. പഴയ അതിഥികളെ കൂടെ ഒന്ന് കണ്ടാലോ. ഇത് നമ്മുടെ പഴയ ഒരു വെറൈറ്റിയിൽ തന്നെ വരുന്നതാണ്. ആളെ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കേളി ടൈപ്പാണ്. കേളി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയത് വേണ്ട, ഇവിടെ ഇങ്ങനെ ഈ ചുഴുപ്പ് വരുന്നതാണ് കേളി എന്ന് പറയുന്നത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. സിൽവറിൽ ബ്ലാക്ക് വരുന്നത്. ഇത് ഗ്രീനിൽ ഇങ്ങനെ ഡോട്ട് വരും കേട്ടോ. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. കാണാൻ നല്ല ഭംഗിയല്ലേ. കുഞ്ഞു കുഞ്ഞു ലീഫുകളാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് പ്യുവർ വൈറ്റാണ്. വൈറ്റിൽ നടുക്ക് ഭാഗത്ത് ഒരു ഗ്രീൻ കളർ വരുന്നതാണ്. കാണാൻ സൂപ്പറല്ലേ. ഇതേതാണ്ട്, അത് വേറൊരു ടൈപ്പാണ്. ഗ്രീൻ ലീഫെന്ന് പറയാൻ പറ്റത്തില്ല, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പറയാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് അത്. ഇത് ഫുള്ള് ഗ്രീനാണ്. ഈ പപ്പടം പോലെ ഇങ്ങനെ വട്ടത്തിന് നിൽക്കും. ഉണ്ടോ, ഇത് അതേപോലത്തെ ഒരു മോഡലാണ്. പക്ഷേ ഇതിലിങ്ങനെ ഈ രോമം പോലെ മുകളിൽ കാണാനായിട്ട് പറ്റണുണ്ടോ നമുക്ക്? ഉണ്ടോ, ഇതിപ്പോൾ പോയിട്ട് ഒന്നേന്നെല്ലാം പൊടിച്ച് വരെയാണ്. എല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഗ്രീനിൽ തന്നെ ഇത് വേറൊരു സംഭവമുണ്ട്. അതിൻ്റെ ഇളം ലീഫ് വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. റെഡ് കളർ ഒരു വെയിൻ പോലെ വരുന്നുണ്ടോ. നല്ല വലിയ ലീഫാകും കേട്ടോ. നമ്മൾ നല്ല ഉരം കൊടുക്കുകയാണെങ്കിൽ നല്ല വലുതായിട്ട് വരും. ഇതിപ്പോൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ പ്ലാന്റായിട്ട് നിൽക്കുന്നത്. കേട്ടോ, ഫുള്ള് ബ്ലാക്ക് കളറാണ് ലീഫ്. പക്ഷെ അതിൻ്റെ അടിഭാഗത്ത് കാണാനായിട്ട് മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയല്ലേ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് 3 മോഡലുണ്ട്, കാണിച്ചു തരാവേ. ഇത് ഫസ്റ്റാണ്. ഇതും ബ്ലാക്കാണ്. നടുക്ക് ഭാഗത്തൊരു ബ്ലൂ കളറിൽ കാണുന്നത് ഞാൻ സാഫ് ഒഴിച്ചു കൊടുത്തതാണ്. സാഫ് സ്പ്രേ ചെയ്തപ്പോൾ അതങ്ങനെ അവിടെ കെട്ടി നിൽക്കുന്ന കേട്ടോ. ഇത് നല്ല ഭംഗിയല്ലേ. ഇതിങ്ങനെ ഇങ്ങനെ കൂർത്തിരിക്കും മുകളിലോട്ട്. നല്ല വിടരത്തില്ല, ഇങ്ങനെ കപ്പ് മാതിരി മുകളിലോട്ട് ഇങ്ങനെ നിൽക്കും. ഇനി അടുത്ത ആളെ കാണിച്ചു. ഇതാണ് 3ാമത്തെ ആൾ. ഇതിങ്ങനെ നടുക്ക് ഭാഗത്തൊരു എന്തോ പറയാ, ലൈറ്റ് പോലെ ഇങ്ങനെ ബ്ലാക്കിൽ. ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല നിറഞ്ഞ ലീഫ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. സൂപ്പറല്ലേ. ഇത് നല്ല ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ നല്ല തണലുള്ള ഷെയ്ഡിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്കായിട്ട് വരും കേട്ടോ. നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റാണ്. ഇതാണല്ലോ, നടുക്ക് ഭാഗത്ത് ഇതിൻ്റെ നടുക്കായിട്ടൊരു റെഡ് കളർ പോലെ ഒരു ഡോട്ട് വരും. ഇതിൻ്റെ ബാക്ക് ഭാഗം നല്ല മെറൂൺ ഷെയ്ഡാണ്. കണ്ടോ, ഞാൻ നേരത്തെ അവിടെ പറഞ്ഞില്ലേ കേളി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നടുക്ക് ട്വിസ്റ്റ് വരുന്ന ടൈപ്പ്. അതിൻ്റെ കുഞ്ഞു പ്ലാന്റ് ഇപ്പോൾ ഇവിടെയുള്ള കേട്ടോ. താഴെ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ മുകളിലാണ്. വലിയ ചട്ടിയിലാക്കിയതില്ല. നല്ല ഭംഗിയാണ് കേട്ടോ. നിറഞ്ഞു വരും ലീഫ്. ചിലന്തീരെ കൂട് പോലെ ഒരു പ്ലാന്റ് കണ്ടോ.
അതിൻ്റെ ആ വെയിൻസൊക്കെ പോയിരിക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. അതും നല്ല വലിയ ലീഫാണ് കേട്ടോ, നല്ല വലിയ ലീഫാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഏരിയയാണ്. കുറച്ച് ലീവ്സൊക്കെ ഞാനിങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. കുറച്ച് ലീവ്സ് ഞാൻ കുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ലീവ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് നടാൻ വേണ്ടിയിട്ട്. പഴുക്കാറായതുപോലത്തെ ലീവ്സൊക്കെ, പഴയ അടിയിലോട്ടുള്ള ലീവ്സ് വേണ്ട പഴുത്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇനി ഞാൻ ഡാമേജായി പോകണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ഞാൻ അടർത്തെടുത്ത് അതെല്ലാം ഒന്ന് കുത്തി വയ്ക്കുക. ഇതേപോലെ ഇങ്ങനെ മണ്ണിലാണ് കുത്തി വയ്ക്കാറ്. ഇതുണ്ടോ പൊടിച്ചു വരുന്നുണ്ടോ? അതെനിക്കൊരു വലിയ പ്ലാന്റ് നഷ്ടമായി. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് അത് ഫുള്ളായി ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്ന, തളർന്ന് കിടക്കുമ്പോൾ ഞാൻ വെള്ളം കൊടുത്ത് നോക്കി, അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അകത്ത് ചീയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പിഴുത് നോക്കിയപ്പോഴത്തേക്ക് ശരിയാണ്, അതിൻ്റെ സ്റ്റമ്മിന് കംപ്ലൈൻ്റായി. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അതിൻ്റെ ലീവ്സ് ഫുള്ളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കുത്തി വെച്ചു. അപ്പോഴത്തേക്ക് കണ്ടോ എല്ലാം ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ നഷ്ടമായതാണ് കേട്ടോ. നമ്മുടെ ക്യാബേജ് വിഗോണിയ എന്ന് പറയും. ഒരു നഴ്സറിയിൽ നിന്ന് എനിക്കൊരു പ്ലാന്റ് കിട്ടി, ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയ. ഇടയ്ക്ക് കുറച്ച് 1.5 മാസത്തോളം പ്ലാന്റ്സ് ഒന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞാനിവിടെ ലീഫ് മുളയ്ക്കാൻ വെച്ചിരുന്നതെല്ലാം പട്ടുപോയി കേട്ടോ. അവിടെ ഓരോന്നായിട്ടൊക്കെ മുളച്ചിരിപ്പുണ്ട്, ബാക്കിയെല്ലാം പട്ടുപോയി. ഇതുണ്ടോ, ഇത്രയും ചട്ടിയിലൊക്കെ വച്ചിരുന്നതെല്ലാം പട്ടുപോയി. എല്ലാം പിന്നെ മണ്ണൊക്കെ ഇങ്ങോട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊന്നുകൂടെ ഒന്ന് നട്ട് ഉഷാറാക്കണം എല്ലാവരും. അപ്പോൾ ഞാൻ ആ ലീഫ് ഒന്ന് കുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ലീഫ്, അത് നടാൻ വേണ്ടിയിട്ട് കുഞ്ഞു പോട്ടുകളിൽ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ലീഫ് നല്ലോണം ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും ആദ്യം. വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ലീഫ് അതിൽ നട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ലീഫിൻ്റെ കുറച്ച് നെട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ നടുക. ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഞാൻ വെള്ളം നനച്ച് വെച്ച് അതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും അതിൻ്റെ മൂട്ടിൽ. അങ്ങനെ നടകണ്ട, ഇതുമാതിരി ഇരിക്കും. അപ്പോൾ എല്ലാ ലീവ്സും ഞാൻ അങ്ങനെ തന്നെയാണ് നടുന്നത്. ഒരു പോട്ടിൽ ഒരു ലീവ്സ് ഞാൻ നടാറുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ വെയിൻ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടോ, ഇത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കീറി വേണമെങ്കിൽ നടാം. അതേ ഇങ്ങനെ കീറി വേണമെങ്കിൽ നടാം, ഇങ്ങനെ വേണമെങ്കിൽ നടാം. ഇതെടുത്ത് കളഞ്ഞിട്ട് നടാം. ഞാൻ ഒരു ലീവ്സ് വെച്ച് തന്നെയാണ് നടാറുള്ളത്, ഇങ്ങനെ നടാറില്ല. അപ്പോൾ ഞാൻ എല്ലാ ചട്ടികളിലും നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി പൊടിച്ച് വരുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തതാണ് ഇത്രയും. ഇത് ഞാനൊരു 2-3 ദിവസമൊക്കെ ആയ പ്ലാന്റ്സാണ് നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ സെയിലിനായിട്ടൊരു പോസ്റ്റ് ഞാൻ ഇടാം. അപ്പോൾ പ്ലാന്റ് വേണമെന്നുള്ളവർ അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫ് റെഡ് കളറാണ്. ആദ്യം വൈറ്റ് ആയിരിക്കും, പിന്നെ അത് റെഡ് കളറിലേക്ക് മാറും. കണ്ടോ, കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, ഗോഡ് ബ്ലസ് യു.